to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. With crimson secrets and forbidden bliss, can't stay still, don't stop that thrill. My bones crave your skin, temptation within, mistakes ignite the silence. Hello guys, welcome to stream. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഫിനിക്സിന്റെ എലൈറ്റ് കസ്റ്റംസുമായിട്ട്. എലൈറ്റ് കസ്റ്റംസിൽ എത്തുമ്പോൾ നമ്മുടെ മാച്ചസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30-നാണ്. 10:30 സ്റ്റാർട്ട് ആകുമ്പോൾ ഈ പ്രാവശ്യത്തെ ടീംസിനെ എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡേ 1 ആണ്, വീക്ക് 5-ലെ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം അവിടെ കയറി വരുന്നത്. സ്ലോട്ട് നമ്പർ 4-ൽ നിൽക്കുന്നു ഡത്ത് ലൈനിലെ പ്ലേയേഴ്സ്, മോൺസ്റ്ററിലെ പ്ലെയർ കളിക്കുന്നു. സ്ലോട്ട് നമ്പർ 5-ൽ ഫെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 6-ൽ സ്ലോട്ട് നമ്പർ 7-ലെ മെമ്പേഴ്സ് എത്തിച്ചേരാനുണ്ട്. സൈറസ് ടീം അവിടെ സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ സ്ലോട്ട് നമ്പർ 8-ൽ നമ്മുടെ FBN ടീം മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 9-ൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഡെഡ് ടീം മെമ്പേഴ്സ് ആണ് സ്ലോട്ട് നമ്പർ 10-ൽ വെയിറ്റ് ചെയ്യുന്നത്. റേസിലെ മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 11-ൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഏസൻ മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 12-ൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. റെഡ് എക്സ് ടീം മെമ്പേഴ്സ് സ്ലോട്ട് നമ്പർ 13, റേറ്റ് അറ്റ് സ്ലോട്ട് നമ്പർ 14, ലാംബ് ഓഫ് ഗോഡ് അറ്റ് സ്ലോട്ട് നമ്പർ 15, സ്ലോട്ട് നമ്പർ 16 ഫിനിക്സ് വിങ്സ് ആൻഡ് നമ്മുടെ ടൈറൻസ് സ്ലോട്ട് നമ്പർ 18-ൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ടോക്സിക് മെമ്പേഴ്സ് ആണ് സ്ലോട്ട് നമ്പർ 17-ൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. Tgod മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 19-ൽ കയറിയിരിക്കുമ്പോൾ ഡസിലെ മെമ്പേഴ്സ് സ്ലോട്ട് നമ്പർ 20-ൽ ഇരിപ്പുണ്ട്. FEK ടീം മെമ്പേഴ്സ് സ്ലോട്ട് നമ്പർ 21-ൽ, NEXBOLT മെമ്പേഴ്സ് സ്ലോട്ട് നമ്പർ 22, RANGO ടീം അറ്റ് സ്ലോട്ട് നമ്പർ 23 ആൻഡ് ആഷസ് ടീം മെമ്പേഴ്സ് വെൽക്കം ടു മാച്ച്. അപ്പോൾ ആഷസ് 24-ൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫിനിക്സ് ടീം മെമ്പേഴ്സ് സ്ലോട്ട് നമ്പർ 25-ൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് സംഭവം എല്ലാം പൊളിച്ചടിക്കേക്കാം. റാങ്കിലാണ് ഫസ്റ്റ് മാച്ച് നടക്കാൻ പോകുന്നത്. 82 പ്ലേയേഴ്സ് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്യൂരീസിലെ മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 7-ൽ കയറി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ട് നമ്മുടെ കറക്റ്റ് ടൈമിൽ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് കൂടെ മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ലാംബ് ഓഫ് ബോർഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ട് കയറി നിൽപ്പുണ്ട്. അപ്പം നീ നോക്കുവാണെങ്കിൽ നമ്മുടെ FBN മെമ്പേഴ്സിനെ ഒന്ന് നോക്കാം. FBNലെ ബാക്കി മെമ്പേഴ്സ് എത്തിയിട്ടില്ല. FBN 2 പേർ മാത്രമേ കയറിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏസൻ മെമ്പേഴ്സ് ടെൻജാൻ, റോബിൻ, സൈക്കോ, ഗോകു എന്നിവരോട് ഇന്നലെ മനോഹരമായ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചേക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റാങ്കോ ടീമോടെ നമ്മുടെ ഡസ്സിന് വേണ്ടി എപ്പിക് XBയുടെ കയറി വരുന്നുണ്ട്. അപ്പം ഡസ് ടീം അവിടെ സെറ്റായിട്ടുണ്ട്, റാങ്കോ ടീം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഒരു നിമിഷം മാത്രം, അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. 86 മെമ്പേഴ്സ് അവിടെ ജോയിൻ ചെയ്യുന്നത്. റെഡക്സിന് വേണ്ടി ഓർ വാക്സിൽ അവിടെ കയറി വരുന്നത്. റെഡക്സിൻ്റെ എക്സ്ട്രാ പ്ലെയർ ആണോ എന്താണോ? റെഡ് ഓർ വാക്സ് ഏത് ടീമാണ്? റെഡക്സ് ഇ സ്പോർട്സ് ആണല്ലോ. റെഡക്സിൻ്റെ എക്സ്ട്രാ പ്ലെയറോ? റെഡ് ജിന്ന്, ജോക്കർ, ഗോഡോപ്പി എന്നിവരെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ റെഡ് ഓർ വാക്സിനെ കിക്ക് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ മാച്ച് നമുക്ക് സ്റ്റാർട്ട് ആകാവുന്നതാണ്. അപ്പം മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിന് വേണ്ടി 10:31 ആയിട്ടുണ്ട്. അപ്പം വെയിറ്റിംഗ് ഗൈസ്.
ഡെത്ത് ലൈൻ പ്ലേയേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്, ഫെയ്ത്തിൽ പ്ലേയേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്, സൈറസ് പ്ലേയേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. എഫ് ബി എൻ ഫ്യൂരീസിലെ 2 പ്ലെയർ വെച്ച് കയറാണ്ട്. അപ്പം FBN പ്ലെയറിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു വെയിറ്റിംഗ്. അവിടെ തൽക്കാലത്തേക്ക് ബാക്കി FEK പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്, റാങ്കോ ടീം മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. എന്തായാലും സെറ്റായിട്ട് കയറിയിട്ടുണ്ട്. റാങ്കോ മെമ്പേഴ്സ് എല്ലാം പൊളിച്ചടിക്കേക്കാമെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാം സൗണ്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ടെന്ന്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ലോബിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അകത്ത് കയറുമ്പോൾ അറിയാം ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലൈവിൽ ആരില്ലേ? എനിക്ക് കാണാത്തതാണോ? ടയറൻസ് ഇരുന്ന് അഭയ പറയുന്നുണ്ട്. അഭയ വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിനെ എല്ലാം നമുക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് കേൾക്കാം. അപ്പോൾ സ്ലോട്ട് നമ്പർ 4 വിളിക്കുന്നത് ഡെത്ത് ലൈനിലെ പ്ലേയേഴ്സ്, സ്ലോട്ട് നമ്പർ 5 മോൺസ്റ്റർ പ്ലേയേഴ്സ്, ഫെയ്ത്ത് ടീം അറ്റ് സ്ലോട്ട് നമ്പർ 6, ഫ്യൂരീസ് അറ്റ് സ്ലോട്ട് നമ്പർ 7, സൈറസ് അറ്റ് സ്ലോട്ട് നമ്പർ 8, FBN ടീം അറ്റ് സ്ലോട്ട് നമ്പർ 9, ഡെഡ് ടീം അറ്റ് സ്ലോട്ട് നമ്പർ 10, റേസ് ടീം അറ്റ് സ്ലോട്ട് നമ്പർ 11, ASN ടീം അറ്റ് സ്ലോട്ട് നമ്പർ 12, റെഡക്സ് ടീം അറ്റ് സ്ലോട്ട് നമ്പർ 13, ബ്രൈറ്റ് ടീം അറ്റ് സ്ലോട്ട് നമ്പർ 14, നമ്മുടെ ലാംബ് ഓഫ് ഗോഡ് അറ്റ് സ്ലോട്ട് നമ്പർ 15, ഫിനിക്സ് വിങ്സ് അറ്റ് സ്ലോട്ട് നമ്പർ 16, ടോക്സ് 6 members at slot number 17, Tyrants at slot number 18, Tgod at slot number 19. Sound unde Ninja Gaming, welcome to the stream. Tyrants reporting, sir. Yes, Praveen Prakash, welcome to the stream. But Tgod members slot number 19 irikkunnu, Dusle players slot number 20, FEK at slot number 21, Next team at slot number 22, Rango team at slot number 23, and Ashes Esports at slot number 24, and Phoenix team at slot number 25. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പാത്തിലേക്ക് നമുക്ക് പോകാം. ഫ്ലൈറ്റ് പാത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിലിറ്ററി ബേസിനൊക്കെ മുകളിലൂടെ പോച്ചിങ്കിക്ക് മുകളിലൂടെ റസൊക്കെ കവർ ചെയ്തുകൊണ്ട് സെവർണി ആൻഡ് ഷാൽബറിനിടയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈറസ് ഉയർ ബാക്കിയെല്ലാം ബ്രോ. ആദർശ് അലേസ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ടോക്സിക് ആണല്ലോ. ടോക്സിക് നിഞ്ച ഗെയിമിംഗ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നിഞ്ച ഗെയിമിങ്ങിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്തായാലും കട്ട സപ്പോർട്ട് നിഞ്ചയ്ക്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ LOG ടീം മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. പ്രിമോസ്ക്ക് ലക്ഷ്യമാക്കിയുള്ള ഒരു പോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ റാങ്കോ ടീം മെമ്പേഴ്സ് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ ചെറിയ ചെറിയ വീടുകളിലുള്ള സ്ഥലത്ത് ഷോർ ലൂട്ടാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. ഡസ്റ്റിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റന്റ് മനോഹരമായ ഫൈറ്റുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ മാച്ചിൽ. ബാക്കി നോക്കാം. നമ്മുടെ റെഡക്സ് ടീം മെമ്പേഴ്സ് അവിടെ ക്വാറി റീജിയനിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിപ്പുണ്ട്. റെഡക്സ് ടീം മെമ്പേഴ്സ് അവിടെ FEK ടീം മെമ്പേഴ്സ് അവിടെ പോച്ചിങ് ഏരിയയിൽ നിന്ന് പതുക്കെ ഗാഡ്ക റീജിയനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് ആസ് യൂഷ്വൽ അവിടെ പോച്ചിങ്കി പതിവിലും വിപരീതമായി പോച്ചിങ്കിയിൽ ആരും ഇറങ്ങിയതായിട്ട് കാണുന്നില്ല. എന്തായാലും പോച്ചിങ്കി വളരെ ഓപ്പൺ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റസോക്ക് ഏരിയയിൽ അല്പം ക്രൗഡഡ് ആയിട്ട് കാണുന്നു. റസോക്ക് ഏരിയയിൽ ആൻഡ് റൂയിൻസ് ഏരിയയിൽ ജോർജ് പൂൾ സിറ്റിയിലേക്ക് പോകുന്ന മെമ്പേഴ്സിന്റെ എല്ലാം ഒരു ക്രൗഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആഷസ് Esports അവിടെ സെവർണി ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. മോൺസ്റ്റർ ടീം യെസ്നപ്പോയിലേക്ക് പോകുന്നുണ്ട്. വൈപ്പർ സർ, ബിഗ് ഫാൻ, റീബോൺ ഗെയിമിംഗ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ റീബോണിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഡസിലെ പ്ലേയേഴ്സ് എല്ലാം ഫാം മിൽട്ട റീജിയനിലേക്ക് പോയിക്കൊണ്ടിരിപ്പുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു ടീമിനെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം നമ്പർ 19 നമുക്ക് അവിടെ കാണാൻ. Tgod ടീം മെമ്പേഴ്സ്, Tgodമായിട്ട് ഫൈറ്റ് അവിടെ നടക്കാൻ. Tgodലെ മെമ്പേഴ്സിനെ അവിടെ അടിക്കാൻ ശ്രമിക്കുന്നു. റാങ്കോ ആൽഫേനെ അവിടെ ഒന്ന് എന്റെ മോനെ വണ്ടി ഇടിച്ച് താഴെ ഇടാൻ ശ്രമിച്ചു. എന്തായാലും ഡെത്ത് ലൈൻ മാക്കിനെ അവിടെ ഡൗൺ ചെയ്തു. Tgod ഫോക്സി അവിടെ റാങ്കോ ആൽഫേനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അവിടെ പണി കിട്ടിയിരിക്കുകയാണ്. Tgodലെ മെമ്പേഴ്സ് അവിടെ എത്തി മനോഹരമായിട്ട് തന്നെ പണി. Tgod ഫോക്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്കോ ടീം മെമ്പേഴ്സ് ആൻഡ് Tgod തമ്മിലുള്ള ഫൈറ്റ് അവിടെ ആദ്യം തന്നെ ഓൺ ആയിട്ടുണ്ട്. റാങ്കോ ബ്രാവോ അവിടെ ആൽഫേനെ റിവൈവ് ചെയ്യാൻ ചെന്നിട്ടുണ്ട്. Tgod ഫോക്സി ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ഓക്സി സക്സി എന്നിവർ അവിടെ കയറി ചെന്നുകൊണ്ടിരിപ്പുണ്ട് റാങ്കോ ടീമിന്റെ അടുത്തേക്ക്. അപ്പോൾ പതുക്കെ റാങ്കോ ടീമിന്റെ മെമ്പേഴ്സിനെ ഫിനിഷ് ചെയ്യാനുള്ള ചാർലി അവിടെ ഡെത്ത് ലൈനിലെ പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യുന്നു. മോൺസ്റ്റർ ആൽഫ അവിടെ ടയറൻസിലെ ട്രിപ്ലെക്സിനെ ഡൗൺ ചെയ്യുന്നു. മാക്സ് ഡെത്ത് ലൈൻ അവിടെ നിൽക്കുന്നുള്ളൂ. സക്സിനെ അവിടെ ആൽഫയുടെ
മനോഹരമായ ഷോട്ടിലോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്സിനെ അടുത്ത വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഷോട്ട് ഗണ്ണുമായിട്ട് അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സെക്സിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മേലിൽ കൂടെ എപ്പോൾ വേണമെങ്കിലും ഒരു ജമ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ റാങ്കോയിലെ മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ജമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സെക്സി ഓക്സി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. 3 പ്ലേയേഴ്സിനെ അവിടെ റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൽഫ അവിടെ ഓരോരോ കില്ലുകളായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീഗോഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഓരോന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. ലക്സ് ഇപ്പോഴും വണ്ടി എടുത്ത് വരുന്നേ ഉള്ളൂ. റാങ്കോ ടീമിലെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ റാങ്കോയിലെ ചാർലി അവിടെ ഡൗൺ ആണ്. ജെനിസിസ് അവിടെ ഡൗൺ ആണ്. ബ്രാവോ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഫോക്സി എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഫോക്സിനെ രക്ഷിക്കാനായിട്ട് ലക്സ് എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ എത്തിക്കാൻ FBN സൈറസ് എന്നിവരൊക്കെ പറയുന്നുണ്ട്. പൊളിക്കും ബ്രോ എന്ന് സന്തോഷം പറയുന്നുണ്ട്. സന്തോഷം താങ്ക് യു ബ്രോ. അപ്പോൾ എന്തായാലും റാങ്കോ മെമ്പേഴ്സ് അവിടെ ഹോൾഡ് ചെയ്യുന്ന ആൽഫയുടെ ഹീലിംഗും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അടുത്ത ഫൈറ്റിലേക്ക് പോകാം. യെസ്നപ്പോവിലേക്ക് പോവുകയാണെങ്കിൽ ടയറൻസിലെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യുന്ന ട്രിപ്ലെക്സ് അവിടെ എന്തായാലും റിവൈവ് ആയിട്ടുണ്ട്. ടയറൻസ് മെമ്പേഴ്സുമായിട്ട് അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മോൺസ്റ്ററിലെ പിള്ളേരായിരുന്നു അവിടെ ആദ്യം തന്നെ ഡൗൺ ചെയ്തത്. എന്തായാലും അവരുടെ ഫൈറ്റിംഗ് അവിടെ നടക്കാൻ ചാൻസ് ഉള്ളൂ. 4-5 ടീം മെമ്പേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം ഫെയ്ത്തിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റാങ്കോ ബ്രാവോ ടീഗോഡ് ഫോക്സിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. മാക്സ് ഡെത്ത് ലൈൻ അവിടെ റാങ്കോ ചാർലിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യുമ്പോൾ മോൺസ്റ്റർ ടീമിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടയറൻസിലെ പോച്ചർ അതുവഴി ഒക്കെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഫെയ്റ്റിലെ മെമ്പേഴ്സിനെയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫെയ്ത്തിലെ പെപ്പെ അവിടെ ഇടയ്ക്ക് ടയറൻസ് മെമ്പേഴ്സിന് ഇടയ്ക്കായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫെയ്ത്തിൻ്റെ ഇടയ്ക്ക് ടയറൻസ് വിട്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും മെമ്പേഴ്സ് എല്ലാം അവിടെ ഒന്ന് ഡെത്ത് ലൈൻ പ്ലേയേഴ്സ് എവിടെ നിന്നാണ് അടിക്കുന്നതെന്ന് നോക്കട്ടെ. ഡെത്ത് ലൈൻ പ്ലേയേഴ്സ് റാങ്കോയിലെ 2 പ്ലേയേഴ്സിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. മാക്സ് ഡെത്ത് ലൈൻ ആൻഡ് സിഡ് 2 എന്നിവരവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെത്ത് ലൈൻ പ്ലേയേഴ്സ് ഓരോന്നായിട്ട് കില്ല് അപ്പോൾ അതൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. 25 സ്പെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. യെസ് ബ്രോ 25 നോക്കാം. 25 മെമ്പേഴ്സ് ഫിനിക്സ് റോക്കി മാവറിക് എല്ലാം അവിടെ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സ്റ്റാൾബർ ഏരിയയിലാണ് അവർ നിൽക്കുന്നത്. സ്റ്റാൾബർ ഏരിയയിൽ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൂൾവറിൻ ആൻഡ് സീറോ. അതോടൊപ്പം തന്നെ റോക്കി മാവറിക് എന്നിവർ അവിടെ ഒന്ന് സ്പ്രെഡായിട്ട് നിൽക്കുകയാണ് 25 വേണ്ടി. അപ്പോൾ അടുത്ത ഫൈറ്റിംഗ് നടക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്നപ്പോവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആഷസ് ടീം അവിടെ സെവർണിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പം എന്തായാലും FBN ടീമിനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. FBN ടീമിനെ നമുക്ക് കാണിക്കാം. FBN ടീമിലെ മെമ്പേഴ്സ് നമ്മുടെ സ്റ്റാർക്ക് WR വില്ലൻ FBN ഹാക്കർ എന്നിവർ അവിടെ പ്രിസൺ ഏരിയയിലാണ് നോട്ടിക്കുന്നത്. FBN ടീം മെമ്പേഴ്സ് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പോഴും പറഞ്ഞേക്കാം, ഇന്ന് നിങ്ങൾക്ക് എന്തായാലും പോയിന്റ് അലോട്ട്മെന്റ് ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കുറവാണ്. നിങ്ങൾ നമ്മുടെ റൂൾസിന്റെ നോംസ് കംപ്ലീറ്റ് ആയിട്ട് പാലിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, 3 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ 2 പ്ലേയേഴ്സിന് മാത്രമേ അവിടെ ടാഗ് ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഇത് DP ഇടാൻ പറഞ്ഞായിരുന്നു. ടീഗോഡ് സെക്സി അവിടെ റാങ്കോ ബ്രാവോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആൽഫ അവിടെ ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും റാങ്കോ ബ്രാവോയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യാൻ ലക്സി എത്തുമ്പോഴത്തേക്ക് ലക്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കും. എൻ്റെ മോനെ പോളി യൂസ് വെച്ചുള്ള സ്പ്രേയിൽ അവിടെ റാങ്കോ ആൽഫനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡസ് എന്ന് പറയുന്നുണ്ട്. ഡസിനെ നമുക്ക് കാണിക്കാം. ഡസിലെ പിള്ളേരെ എന്ത് ചെയ്യുന്നു ചോദിക്കട്ടെ. ഡൽസ് അവിടെ മിൽട്ട റീജിയനിലാണ് നിൽക്കുന്നത്. കോബ്ര റാംബോ എക്സ് എപ്പിക് ആൻഡ് സ്ലെയർ OP 2 എല്ലാം അവിടെ മിൽട്ട റീജിയനിലാണ് നിൽക്കുന്നത്. മിൽട്ട റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തേക്കുകയാണ്. തൽക്കാലത്തേക്ക് വെല്ലുവിളികളും കാര്യങ്ങളും ഒന്നുമില്ല. ഡസ് ടീം അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പം ലൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മെൽട്ട പവറിൽ നിന്നും പ്ലാന്റിൽ നിന്നും ആരും വരാനില്ല അവർക്ക് വേണ്ടി. അപ്പോൾ ടോക്സിക് സ്പെക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോക്സിക്കിനെ നമുക്കൊന്ന് കാണുക. ലിപ്പോക്ക ഏജിയനിലാണ് ടോക്സിക്കിലെ പ്ലേയേഴ്സ്. ടോക്സിക് സ്കിന്നർ ലിയോ റാസി ആൻഡ് ഓസിറിസ് അല്ലേ അല്ലോ എന്താണോ പേര് ഓസിറിസിസ് എന്തായാലും ഐറിസ് എന്തോ ആണോ സോറി ബ്രോ. അപ്പം എന്തെങ്കിലും മിസ്പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടയറൻസിന്റെ ഫൈറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ടയറൻസ് മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ടയറൻസ് ആൻഡ് ഫെയ്ത്ത് ടീം മെമ്പേഴ്സ് നേർ പോരാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മോൺസ്റ്ററിലെ പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഡെഡിലെ പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കട്ടാടിയ നമ്മുടെ ടോംസൺ വെച്ചുള്ള ഒരു ഫയർ അവിടെ കാണാൻ സാധിച്ചത്. ടയറൻസിലെ സ്ലെയർ പോച്ചർ എന്നിവർ സാവേജ് എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ട്രിപ്ലെക്സിന് അത്യാവശ്യം ഡാമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സൈറസിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഡെഡിലെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് സൈറസിലെ പ്ലേയേഴ്സ് ഏത് നിമിഷം വേണമെങ്കിലും സൈറസിലെ എക്കണോമിക് അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എക്കണോമിക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫയർ ഒന്നും കൊടുക്കുന്നില്ല. എക്കണോമിക്കുമായിട്ടുള്ള ഫൈറ്റ് അവിടെ പുരോഗമിക്കാൻ. എക്കണോമിക് അല്ലല്ലോ, ഡീമോണിക്ക്. ഓക്കെ, ഒന്ന് സിമ്പിൾ ആയിരുന്നല്ലേ, സോറി. അപ്പോൾ ഡീമോണിക്ക് അവിടെ എന്തായാലും സൈറസിന് വേണ്ടി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ സൈറസ് പ്ലേയേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പം നേടെത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ ഡീമോണിക്കിനെ അവിടെ ARZTയുടെ നേടിൽ ഡീമോണിക്ക് അവിടെ വീണിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ റഷ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡെഡിലെ DRലെ CRTCനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ കൂടെ സൈറസ് 66ന്റെ മനോഹരമായ കവറായിരുന്നു. RZTCയുടെ ഡൗൺ. അപ്പം കൗണ്ടർ നോക്ക് അവിടെ നടന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്തോ റെഡ് സോണിൽ പെട്ടിട്ടാണ് തോന്നുന്നു അവിടെ മെമ്പേഴ്സ്, അവിടെ ഡെത്ത് ലൈൻ്റെ മെമ്പേഴ്സ്. ഒസൈറിസ്, ഓക്കെ, ഒസൈറിസ് എന്ന് പറയുന്നുണ്ട്. നിഞ്ച ഗെയിമിംഗ്, താങ്ക് യു ബ്രോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ARZTനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത സൈറസ് 010ന്റെ അടുത്തേക്ക് സോറി ഈ 010യുടെ അടുത്തേക്ക് നേടുകളും കാര്യങ്ങളും. മോൺസ്റ്റർ റിയാഷ് ഡെഡിലെ ARZTസിനെ വീണ്ടും അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മോൺസ്റ്റർ ടീം മെമ്പേഴ്സ് ഒരു രക്ഷയില്ല. ഇതുവഴി കയറി വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്, അത്രയും മാത്രം പറയാം. ഈ എന്താ പോകും അനങ്ങുന്നില്ലല്ലോ. മോൺസ്റ്റർ യാഷിനെ നോക്കാം. യാഷ് അവിടെ കട്ടയ്ക്ക് റിവൈവിങ് ആണെന്ന് തോന്നുന്നു. യാഷിനെ അവിടെ മോൺസ്റ്റർ ആൽഫ അവിടെ റിവൈവിങ് ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം
തൊട്ടടുത്ത് തന്നെ ഫൈറ്റ് സൈറസുമായിട്ട് നടക്കുന്നുണ്ട്. ഡെഡിലെ പ്ലേയേഴ്സ് മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്ത 21 ടീമുകളായിട്ട് 78 മെമ്പേഴ്സായിട്ട് ഉടൻ തന്നെ ചുരുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫൈറ്റ്. പക്ഷേ ഫൈറ്റ് ഒന്നും അധികം നമുക്ക് കാണാനും സാധിച്ചിട്ടില്ല. എന്തായാലും മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുള്ളൂ. എനിക്കൊന്ന് സ്ട്രീം ഹെൽത്ത് അവിടെ നിൽക്കുന്നുണ്ട്. മനോഹരമായ OP നീടെന്ന് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജോക്കർ. വെൽക്കം ടു സ്ട്രീം. അപ്പോൾ ജോക്കറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. FBN FBN കാണിച്ചായിരുന്നു. FBN മെമ്പേഴ്സ് അവിടെ ഷെൽട്ടർ റീജിയനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം FBN സ്റ്റാർക്ക് WRC വില്ലൻ ആൻഡ് ഹാക്കർ എന്നിവർ അവിടെ മാറിയിട്ടുണ്ട്, ഓടി നടക്കുന്നുണ്ട്. FBN ഹാക്കർ സ്റ്റാർക്ക് WRC വില്ലൻ എന്നിവർ അവിടെ ഓടി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും അവന്മാർ പാൻ വെച്ചൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും വായുവിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈറസിലെ മെമ്പർ ഡെഡ്ലി ടീമിന്റെ മൂന്നാമത്തെ നോക്കാണ് നമ്മുടെ മെമ്പറിന്റെ. അപ്പോൾ എന്തായാലും സൈറസിലെ പ്ലേയേഴ്സ് ഒരു രക്ഷയില്ലാത്ത കളി കളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡെഡ്ലെ മെമ്പേഴ്സിനെ അവിടെ ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട്. മോൺസ്റ്റർ അവിടെ ഡെഡ് പൂളിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മോൺസ്റ്ററിലെ മെമ്പേഴ്സ് അവിടെ കട്ട ഫൈറ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡെഡ് പൂൾ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സാക്ക് OP അവിടെ പിടി നിൽക്കുന്നത്. മോൺസ്റ്റർ ടീമിന്റെ ഒരു റഷ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡെഡ് ലൈനിന്റെ അടുത്തേക്ക് കയറിക്കൊണ്ട് സ്റ്റീവ് അവിടെ പിടിക്കുന്നു. സ്റ്റീവ് ആൽഫിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗ്രീനൊക്കെ അവിടെ കട്ട ഫൈറ്റ്. ആൽഫ അവിടെ കയറി ചെല്ലുന്നുണ്ട്. മോളിയൊക്കെ അവിടെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ആൽഫയുടെ പുഷ് നമുക്ക് അവിടെ കാണാം. ഡെഡ് പൂളിലെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് അവിടെ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. ഡെഡിലെ എന്റെ മോനെ നേരെ ചെന്ന് കയറിയത് ഇവിടോട്ടാണ്. എന്തായാലും ബാക്ക് ഇന്ന് സൈറസിലെ പ്ലേയേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഡെഡ് ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. മോൺസ്റ്റർ ടീം അവിടെ 4 കിൽ കൺഫേം ചെയ്തു. സൈറസിലെ പ്ലേയേഴ്സ് അതൊക്കെ ക്ലോസിംഗ് ചെയ്യുന്നുണ്ട്. മോൺസ്റ്ററിൽ യാഷ് ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഡിമോണിക്ക് അവിടെ കയറി വരുന്നുണ്ട്. റീപ്പർ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. വൈപ്പർ സർ ബിഗ് ഫാൻ സർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ. അപ്പോൾ നിഞ്ച ഗെയിമിംഗ് സ്വാഗതം. നിഞ്ച ഗെയിമിംഗ് അവിടെ നമുക്ക് നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈറസിലെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് ഒരു നീഡ് എന്റെ മോനെ യാഷിന്റെ തൊട്ടടുത്ത് വീണാണ് പൊട്ടിയത്. എന്തായാലും നല്ല OP നീഡായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നോക്ക് അവിടെ നമുക്ക് കിട്ടിയതിനെ. മോൺസ്റ്ററിലെ പ്ലേയേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. സൈറസിലെ പ്ലേയേഴ്സ് ആൻഡ് മോൺസ്റ്റർ തമ്മിലുള്ള കട്ട പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ടയറൻസിലെ പ്ലേയേഴ്സ് ഒരു തക്കം കാത്തിരിക്കാൻ തോന്നുന്നു. ടയറൻസിലെ പ്ലേയേഴ്സ് ഏത് നിമിഷം വേണമെങ്കിലും റഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡിമോണിക്ക് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. യാഷ് ഒരു കവറിൽ കൂടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ മോൺസ്റ്റർ പ്ലേയേഴ്സ് ഒന്ന് ബാക്ക് വലിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ തന്നെ. അപ്പോൾ അവിടെ ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. മോൺസ്റ്റർ ഗ്രീൻ അവിടെ ഫയർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈറസ് 006 അത്യാവശ്യം ഡാമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സൈറസ് 010 അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. റീപ്പർ ആൻഡ് ഡിമോണിക്ക് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കട്ടയ്ക്ക് ഒരു രക്ഷയില്ലാതെ. അപ്പോൾ മോൺസ്റ്റർ യാഷ് ഒരു കോണി കൂടെ എത്തിയിട്ടുണ്ട്. സൈറസിലെ ബാക്കി പ്ലേയേഴ്സിനെ അവിടെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഡിമോണിക്കിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു തോന്നുന്നു യാഷ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. യാഷ് ഏതെങ്കിലും തരത്തിലൊരു നോക്ക് കിട്ടാനുള്ള ശ്രമം നടത്തുവാൻ തോന്നുന്നു. അപ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് യാഷ്. ഗ്രീൻ അവിടെ ഒരു കോണിൽ നിന്ന് നല്ലൊരു നീഡ് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനെ അത് മേളിത്തിട തന്നെ പൊട്ടി. ആ നീഡ് ഒരു പക്ഷേ ഒരു അണ്ടർ കുക്ക് ഇച്ചിരി ഓവർ കുക്കായി പോയിട്ടുണ്ട് എന്നും പറയാം. അപ്പോൾ സൈറസ് പ്ലേയേഴ്സ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഡിമോണിക്ക് ഇപ്പോഴും അവിടെ കട്ട ഹോൾഡിംഗ് ആണ്. ഊസി വെച്ച് അവിടെ നിൽക്കുകയാണ്. ഊസിയൊക്കെ റീലോഡ് ചെയ്ത് ഇവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പം മോൺസ്റ്റർ മെമ്പേഴ്സുമായിട്ട് ഒരു ഫൈറ്റ് സൈറസിന്റെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. സൈറസ് 006 ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് തത്സമയം വേറെ എവിടെയെങ്കിലും നോക്കാം. ടയറൻസിൽ സാവേജ് ഒക്കെ അവിടെ പോകുന്നുണ്ടായിരുന്നു. ഫെയ്ത്തിലെ മെമ്പേഴ്സുമായിട്ട് അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ വണ്ടി എടുത്ത് പോകുന്നുണ്ടായിരുന്നു. 2 മെമ്പേഴ്സും പരസ്പരം കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്നു. ടയറൻസ് മെമ്പേഴ്സ് അവിടെ ബാക്കിൽ കൂടെ നല്ലൊരു ചേസിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ടയറൻസിന്റെ മനോഹരമായ ചേസിംഗ്. ടയറൻസ് നേരെ വിട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഫെയ്ത്തിന്റെ പുറകെ തന്നെ വിട്ടിട്ടുണ്ട്. ഫെയ്ത്ത് അവിടെ വണ്ടി എടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ടയറൻസ് മെമ്പേഴ്സ് ഒരു രക്ഷയില്ലാതെ തന്നെ ടയറൻസ് മെമ്പേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്. ഓരോരോ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യുന്നുണ്ട്. എന്റെ മോനെ ടയറൻസിൽ 2 മെമ്പേഴ്സ് അവിടെ വീണിട്ടുണ്ട്. ഫെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നു. കട്ട ഫൈറ്റ്. ടയറൻസ് സ്ലെയർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. സ്ലെയർ അവിടെ ഫെയ്ത്തിലെ 2 മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോച്ചറൊക്കെ അവിടെ എന്തായാലും കിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഫെയ്ത്തിന്റെ മനോഹരമായ ഒരു ചേസിലൂടെ അവരെ ഫൈറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പം ഫെയ്ത്തിലെ ബാക്കി ഒരു സൈബർ ഫെയ്ത്ത് എവിടെയാണ്? സൈബർ ഫെയ്ത്ത് അവിടെ വണ്ടി എടുത്ത് വരുന്നുണ്ട്. സൈബർ ഫെയ്ത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വണ്ടി എടുത്ത് പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സൈബർ ഫെയ്ത്ത് അവിടെ ഒറ്റയ്ക്ക് കയറി ചെല്ലുകയാണ്. ടയറൻസിന്റെ മെമ്പേഴ്സിന്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. കമന്ററി പൊളിയാണ്. കുറച്ചുകൂടെ എനർജി ആവാം എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ. അപ്പൊ എന്റെ മോനെ മനോഹരമായ OP നീഡ് അവിടെ ടയറൻസിന്റെ അടുത്തേക്ക്. അപ്പൊ ടയറൻസിന്റെ അടുത്തേക്ക് എന്തോ ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ടയറൻസ് അവിടെ സേഫ് ആയിരുന്നു. സ്ലെയർ അവിടെ ചാടിയിട്ടുണ്ട്. സൈഫർ ഫെയ്ത്തിന്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ടയറൻസ് സ്ലെയർ ആൻഡ് ഫെയ്ത്ത് തമ്മിലുള്ള 1v1 നമുക്ക് കാണാൻ സാധിക്കാം. സ്ലെയർ അവിടെ പിടി നിൽക്കുന്നത് സൈഫർ ഫെയ്ത്തിന്റെ അടുത്തേക്ക് അടുത്തൊരു നീഡ് എടുത്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കയറി എടുത്തിട്ടുണ്ട്. സൈഫർ ഫെയ്ത്തിന്റെ അടുത്ത് നീഡ് വന്ന് പൊട്ടിയിട്ടുണ്ടോ? ഇല്ല, ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. ഫെയ്ത്ത് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ഫെയ്ത്ത് ഒരു കവറിൽ കയറിയിട്ടുണ്ട്. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫെയ്ത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. അടുത്തൊരു നീഡ് അകത്തിട്ടുണ്ട്. ബ്രൈറ്റിൽ കൂടെ പോകാനുള്ള ശ്രമത്തിലാണ്. 2 റൈറ്റ് സൈഡിൽ കൂടെ ഫെയ്ത്ത് വരുന്നുണ്ട്. സൈഫർ ഫെയ്ത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മെമ്പറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. സാവേജ് ഇപ്പോഴും അവിടെ നിന്ന് ബാക്കിൽ കൂടെ കയറി വരുന്നുണ്ട്. സാവേജിനെ സ്പോട്ട് ചെയ്യുക 1v4 സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സൈഫറിന്റെ 1v4 മനോഹരമായ ക്ലച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മെമ്പേഴ്സും എന്റെ മോനെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് അവിടെ കയറിയിട്ടുണ്ട്. സൈഫർ ഫെയ്ത്തിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ Tgod ആരൊക്കെയാണ് ബ്രോ എന്ന് സന്ദീപ് നീലമനെ ചോദിക്കുന്നുണ്ട്. Tgodലെ മെമ്പേഴ്സിനെ നമുക്ക് കാണാം. Tgodനെ നമ്മൾ ഇന്ന് കണ്ടില്ലല്ലോ.
അപ്പോൾ Tgod മെമ്പേഴ്സിനെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. Tgod മെമ്പേഴ്സ് ഇന്ന് പതിവിലും വിപരീതമായിട്ട് ഓക്കെ Tgodന്റെ ആദ്യം തന്നെ അടി കിട്ടിയിരുന്നു. ലക്സി, ഫോക്സി, സക്സി, ഓക്സി ആയിരുന്നു. റാങ്കോ ടീമുമായിട്ടുള്ള ഫൈറ്റിൽ ബാക്കി 3 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫോക്സി, സക്സി ആൻഡ് ഓക്സിയിലെ മുന്നേ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലക്സി ഇപ്പോഴും സേഫ് ആയിട്ട് Tgodലെ മെമ്പേഴ്സ് ആയിട്ട് അവിടെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ റെയ്ത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ബ്രോ, റെയ്ത്ത് ഉണ്ട്. റെയ്ത്ത് ആൻഡ് ഡസ് അടുത്തടുത്ത് വരാൻ ചാൻസ് അവിടെ കാണുന്നു. റെയ്ത്തിലെ ആരോ, ഈസി, ബ്രൈറ്റ്, ഡ്യൂഡ് എന്നിവരവിടെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡസിലെ റാംബോനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റാംബോ അവിടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. 7 നിമിഷം വേണമല്ലോ അവരുടെ അടുത്തേക്ക് കയറി ചെല്ലാം. അപ്പം വണ്ടിയൊക്കെ എടുത്ത് റെയ്ത്ത് ടീം മെമ്പേഴ്സ് കയറി ചെല്ലുന്ന നേരെ ഡസിന്റെ മടയിലേക്കാന്ന് തോന്നുന്നു. ആ 2 മെമ്പേഴ്സ് അവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട്. 7 നിമിഷം വേണമല്ലോ ഒരു ഫൈറ്റ് അവിടെ ഓണാവാൻ ചാൻസ് ഉണ്ട്. യെസ്, 2 പേരും അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞു. ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. റെയ്ത്ത് ടീം മെമ്പേഴ്സ് ആൻഡ് ഡസിലെ 2 പ്ലേയേഴ്സേ ഉള്ളൂ. 2 പേരും ഹെൽത്ത് ഒക്കെ ഡാമേജ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും വണ്ടി മാറ്റി വിട്ടു. ഓക്കെ, എന്തായാലും ഡസ് മെമ്പേഴ്സ് അവിടെ നിന്ന് വണ്ടി മാറ്റി വിട്ടിട്ടുണ്ട്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് കിൽ ഫീഡ് വന്നത് കണ്ടില്ല. മോൺസ്റ്റർ ടീം ആൻഡ് സൈറസ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഇപ്പോഴും ഓണായിട്ടുണ്ട്. സൈറസ് ഇപ്പോഴാണ് അവിടെ ഒരു മെമ്പറിനെ അവിടെ നോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം മോൺസ്റ്ററിലെ മെമ്പേഴ്സ് അവിടെ ഒരു നോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മോൺസ്റ്ററിലെ ഒരു മെമ്പറിനെ അവർക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈറസ് ടീം മെമ്പേഴ്സ് ആൻഡ് മോൺസ്റ്റർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. യാഷ്, ഗ്രീൻ ആൻഡ് ആൽഫ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഡസ് കോബ്ര അവിടെ ഡെത്ത് ലൈൻ ബോൾട്ടിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡസ് ടീം മെമ്പേഴ്സ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഡസ് ലെയർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഡെത്ത് ലൈനിൽ മാക്ക് മാത്രം ശേഷിക്കുന്നു. മാക്ക് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്കിൻ്റെ അവിടെ എൻ്റെ മോനെ. അപ്പോൾ മാക്ക് ഒരു ഷാക്കിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഡസിലെ പ്ലേയേഴ്സ് ബാക്കി കയറി വന്ന് ഡെത്ത് ലൈനിലെ ബാക്കി മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഡെത്ത് ലൈനിൽ സിഡൊക്കെ എവിടെ നോക്കട്ടെ. സിഡൊക്കെ അവിടെ വേറൊരു കോമ്പൗണ്ടിൽ നിന്ന് കയറി വരുന്നേ ഉള്ളൂ. സിഡൊക്കെ അവിടെ പതുക്കെ കയറി ചെല്ലാനുള്ള പ്ലാനിലാണ്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് കയറി ചെല്ലുന്നുണ്ട് ഡസ് ടീം മെമ്പേഴ്സ്. ബ്രോ മോൺസ്റ്റർ ഒന്ന് സ്പെക്ക് ചെയ്യാമോ എന്ന് പറയുന്നുണ്ട്. മോൺസ്റ്ററിനെ ഇപ്പം സ്പെക്ക് ചെയ്തായിരുന്നു ബ്രോ. അപ്പോൾ മോൺസ്റ്റർ ആൻഡ് ഇവർ തമ്മിലുള്ള സൈറസ് തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോഴും അവിടെ ഓൺ ആയിട്ട് കണ്ടിരിക്കുകയാണ്. ടോക്സിലെ പ്ലേയേഴ്സിനെ നോക്കാം. ടോക്സിക് ആൻഡ് FBN തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. നെയ്ഡുകളും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുത്ത് എറിയുന്നുണ്ട്. അപ്പോൾ FBN ഹാക്കറിന്റെ അടുത്തേക്ക് ഒരു നെയ്ഡ് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. എന്തായാലും FBN പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് പതുക്കെ പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ FBN ഹാക്കർ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹാക്കർ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. പതുക്കെ കയറിയുണ്ട്. മോൺസ്റ്റർ യാഷ് അവിടെ സൈറസിലെ 006നെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹാക്കർ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സൈറസ് ടോക്സിലെ സ്കിന്നറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും FBN സ്റ്റാർക്ക് അവിടെ കയറി വരുന്നുണ്ട്. സ്റ്റാർക്കുമായിട്ട് അവിടെ 1v1 നടക്കുന്നുണ്ട്. സ്റ്റാർക്ക് അവിടെ AKM വെച്ചുള്ള സ്പ്രേ നടത്തിക്കൊണ്ടിരിക്കും. എൻ്റെ മുന്നേ 2 പ്ലേയേഴ്സിന് മുമ്പിൽ പെട്ടുപോയിട്ടുണ്ട്. ഊസി വെച്ചുള്ള സ്പ്രേയിൽ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോക്സിലെ സ്കിന്നർ അവിടെ ഓൾറെഡി ഡൗൺ ആണ്. ലിയോ അവിടെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കും. FBN ഹാക്കറിനെ അവിടെ WRC വില്ലൻ അവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. റീലോഡ് ആയിട്ടുണ്ട് ലിയോയുടെ. അപ്പോൾ WRC വില്ലൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ വില്ലൻ അവിടെ ഫുൾ ഹെൽത്തിനാണ് എന്തായാലും നിൽക്കുന്നത്. വില്ലൻ അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. വില്ലൻ അവിടെ കയറി ചെന്നപ്പോഴത്തേക്ക് ലിയോ എന്തായാലും അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ലിയോയുടെ മോനെ OP പ്ലെയർ ആയിരുന്നു. ടൈറൻസ് ലെയർ OP എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ, ടൈറൻസിലെ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ സൈറസിലിന്റെ അടുത്തേക്ക് പോകാൻ സൈറസ് 006 അവിടെ റിവൈവ് ആയിട്ടുണ്ട്. മോൺസ്റ്റർ യാഷ് ഒക്കെ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. സ്റ്റിൽ ഫൈറ്റ് ഹോൾഡിംഗ് ആണ്. സ്പെക് ഫിനിക്സ് എന്ന് പറയുന്നുണ്ട് ബ്രോ. എന്തായാലും നമ്മുടെ ഡെത്ത് ലൈൻ മാക്കിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഡസിലെ പ്ലേയേഴ്സ്. അപ്പോൾ ഫിനിക്സിലെ മെമ്പേഴ്സ് ഇപ്പോഴും സ്റ്റാൾബർ ഏരിയയിൽ നിന്ന് മാറിയിട്ടില്ല. സ്റ്റാൾബർ ഏരിയ തന്നെ നിൽപ്പുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഫിനിക്സ് റോക്കിയൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ലൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിനിക്സ് മെമ്പേഴ്സ് എപ്പോഴും സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബോൾ ടീം മെമ്പേഴ്സ് ആഷസിന്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെല്ലുന്നു. ആഷസ് ടീമുമായിട്ട് ഏത് നിമിഷം ഒരു കൊമ്പ് ഓർക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പം റെഡക്സിലെ പ്ലേയേഴ്സ് അവിടെ കയറി വരുന്നത്. LOG പ്ലേയേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. FPK പ്ലേയേഴ്സ് അവിടെ കയറുന്നുണ്ട്. അപ്പം മാക്സ് ഡെത്ത് ലൈൻ്റെ ഒക്കെ അടുത്തേക്ക് നമ്മുടെ ഡസിലെ പ്ലേയേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. ഡസ് അവിടെ സ്പോട്ട് ചെയ്തിട്ട് നമ്മുടെ റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റെയ്ത്തിലെ മെമ്പേഴ്സ് സ്പോട്ട് ചെയ്ത് ഫൈറ്റ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡസിലെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഡസിൻ്റെ സ്ലെയർ OP എന്ന് പറയുന്നുണ്ട്. ടൈറൻസ് അല്ലായിരുന്നു ബ്രോ, ഡസ് അല്ലേ. ഡസിന്റെ ഡെത്ത് ലൈൻ സിഡ് അവിടെ പിന്നെ നിൽക്കുന്നുണ്ട്. ഡെത്ത് ലൈൻ സിഡിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് സിഡിന്റെ അടുത്ത് സ്പയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും സിഡ് അവിടെ നിൽക്കുന്നുണ്ട്. നല്ലൊരു മരത്തിന്റെ കവർ കയറിയിട്ടുണ്ട്. ഡസ് ലെയർ അവിടെ M416 6x സ്പ്രേ അവിടെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ടോക്സിക് വേറെ ലെവൽ എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ. അപ്പോൾ നമുക്ക് നോക്കാം. ഡെക്സിലെ മെമ്പേഴ്സ് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ടോക്സിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ മോൺസ്റ്റർ ഫൈറ്റ് ഇപ്പോഴും നമ്മുടെ LOG ആൻഡ് റെഡക്സ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. റെഡക്സിലെ LOGയിലെ പ്രീസ്റ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സ്നൈപ്സ് ആൻഡ് ഗോഡ് അക്ഷു എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. റെഡക്സിലെ പ്ലേയേഴ്സ് അവിടെ കയറി പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അക്ഷു ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. NRS അക്ഷു, ബാക്കി റെഡക്സിലെ ബാക്കി പ്ലേയേഴ്സ് റെഡക്സ് ജീൻ ഹീലർ റെഡക്സ് എന്നിവർ അവിടെ പതുക്കെ കയറി ചെന്നിട്ടുണ്ട്. ഗോഡ് അവിടെ പ്രീസ്റ്റിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഒരു സ്വന്തം നെയ്ഡ് ബൗൺസ് ബാക്ക് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഹീലറിന്റെ അടുത്ത് നിന്ന്. അപ്പോൾ എന്തായാലും ജോക്കറൊക്കെ അവിടെ കയറി ചെല്ലാൻ NRC നമ്മുടെ ഗോഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോഡ് OP റെഡക്സ് അവിടെ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തു. അക്ഷു അവിടെ മനോഹരമായ ഒരു നെയ്ഡ് എറിഞ്ഞു. എന്തായാലും NRC സ്നൈപ്സ് അവിടെ ഗോഡ് OP റെഡക്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫൈറ്റ് അവിടെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. പ്രീസ്റ്റ് വീണ്ടും ഗോഡിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. NRC സ്നൈപ്സിനെ അവിടെ നേരിലൂടെ ജോക്കർ FTW അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റെയ്ത്ത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ബ്രോ. ഇപ്പം കാണുക. അപ്പോൾ NRS അക്ഷു മാത്രം ഹീലർ റെഡക്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട് അക്ഷുവിന്റെ അടുത്തേക്ക്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഫയറിംഗ് അവിടെ ഫിനിഷ് ചെയ്യാം. നമ്മുടെ ലാംപ് ഓഫ് ഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആവാൻ ചാൻസ് ഉണ്ട്. അക്ഷു അവിടെ
അവിടെ ഹീലൊക്കെ ചെയ്ത് നിൽപ്പുണ്ട്. ജോക്കർ അവിടെ കയറി വരുന്നു, ജോക്കറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ജോക്കറുമായിട്ടുള്ള ഫൈറ്റിംഗ് അവിടെ നടത്തുന്നുണ്ട്. NRC അക്ഷുവിനെ അവിടെ സ്പോട്ട് ചെയ്ത് റെഡ് ജിൻ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റെഡക്സിന്റെ ജിൻ അവിടെ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാംബ് ഓഫ് ഗോഡിലെ പിള്ളേരിന്റെ MS എത്രയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് 48 MS ഉള്ളൂ ബ്രോ. എന്തായാലും കട്ടയ്ക്ക് അവിടെ ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മോൺസ്റ്റർ ആൻഡ് സൈറസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. മോൺസ്റ്റർ ആൻഡ് സൈറസ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, മാറാതെ തന്നെ. അപ്പോൾ അവരുടെ ഫൈറ്റ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോൺസ്റ്റർ ടീമിനെ നോക്കാം. മോൺസ്റ്റർ ടീം അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റിൽ നിന്ന് മോൺസ്റ്റർ ടീം മാറിയിട്ടുണ്ട്. അടുത്ത പടവിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ മോൺസ്റ്റർ ഗ്രീനൊക്കെ എയറിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. എന്തായാലും ഐസി ബോയ് വെൽക്കം ടു സ്ട്രീം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ മനോഹരമായ ഫൈറ്റുകൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കിൽ കൂടെ സൈറസ് ടീം മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. സൈറസിന്റെ മനോഹരമായ സ്പ്രേ അവിടെ നടക്കുന്നുണ്ട്. ഡിമോണിക്ക് അവിടെ സൈറസ് മോൺസ്റ്റർ യാഷിനെ അവിടെ സ്പൗട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോൺസ്റ്റർ ഗ്രീൻ എപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. മോൺസ്റ്റർ ഗ്രീൻ അവിടെ നിന്ന് സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. സൈറസ് 007 ദൂരെ എന്നുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ യാഷിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും സ്മോക്ക് ഒക്കെ ഇട്ട് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോൺസ്റ്റർ ഗ്രീൻ. സൈറസിലെ പ്ലേയേഴ്സ് എപ്പോഴും കയറി നിന്നിരിക്കുന്നുള്ളൂ. അപ്പം അടുത്ത് നോക്കുവാണെങ്കിൽ റേത്തിലെ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. റേത്തിന് വേണ്ടി ഡ്യൂഡ്, ബ്രൈറ്റ്, ഹീസി ആൻഡ് ആരോ ആണ് റേത്തിന് വേണ്ടി നിന്നുകൊണ്ടിരിക്കുന്നത്. മെമ്പേഴ്സ് എല്ലാം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരു കോമ്പൗണ്ടിൽ നിൽക്കുകയാണ് റേത്തിലെ പ്ലേയേഴ്സ്. അവിടെ മോൺസ്റ്റർ ആൽഫ സൈറസ് റീപ്പറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ സ്പെക്ക് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ ഇത് ചെയ്യാത്തത്? സ്പെക്ക് എൻ്റെ തന്നെ. അപ്പോൾ എന്തായാലും അവിടെ വണ്ടിയിലെത്തിയിരുന്ന സൈറസിലെ പ്ലേയേഴ്സ് ആണ്. എന്താ സൈറസ് ഡിമോണിക്ക് അവിടെ തൊട്ടടുത്തുണ്ട്. ഇപ്പം ഇവരുടെ ഫൈറ്റ് തീരുന്ന ലക്ഷണമില്ല. യാഷിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ റീപ്പർ ആൻഡ് ഡിമോണിക്ക് രണ്ടുപേരെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സൈറസിന് വേണ്ടി 0010 മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അല്ല 006 അപ്പോൾ എന്തായാലും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. നമ്മുടെ ഡിമോണിക്ക് അവിടെ ഇപ്പോഴും നിൽക്കുന്നത്. റീപ്പർ മാത്രമേ അവിടെ ഡൗൺ ആയിട്ടുള്ളൂ. അപ്പോൾ മോൺസ്റ്റർ ഗ്രീൻ ഇപ്പോഴും അവിടെ ഡസ്റ്റിലെ കോബ്രനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അസാസിൻ ആൻഡ് ഡസ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. എന്ത് അസാസിൻ ആൻഡ് ഡസിന്റെ ഫൈറ്റിലേക്ക് നോക്കാം. ഡസ്റ്റിലെ കോബ്ര അവിടെ വണ്ടിയിൽ വീണ് പോയിട്ടുണ്ട്. അപ്പം ഫിനിഷും ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ASN മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റീപ്പർ അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. റീപ്പറിനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മോൺസ്റ്ററിലെ ഗ്രീൻ അവിടെ തൊട്ട് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രീനെ സ്പോട്ട് ചെയ്ത് നിമിഷം വേണമെങ്കിലും ഫയർ കൊടുക്കാം. ഗ്രീനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മോൺസ്റ്റർ ഗ്രീൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മോൺസ്റ്ററിലെ മെമ്പർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതൊക്കെ PX നിഞ്ച അവിടെ ഡസ്റ്റിലെ എപ്പിക് എക്സിഡിന് ഡസ് ആൻഡ് PX തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അവസാനം സൈറസിലെ പ്ലേയേഴ്സ് കയറി പുഷ് ചെയ്യുന്നുണ്ട്. യാഷ് അവിടെ ഡൗൺ ആണെന്ന് തോന്നുന്നു. ആൽഫ അവിടെ നിൽക്കുന്നേ ആൽഫയുടെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ മോൺസ്റ്റർ ടീം മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. 14 വാച്ചിങ് ഗൈസ് ലൈസ്. എന്തായാലും മോൺസ്റ്റർ ബിഗ് എന്ന് പറയുന്നുണ്ട്. ഡസിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഡസിലെ മെമ്പേഴ്സിന്റെ ഫൈറ്റിലേക്ക് നോക്കണം. അവിടെ മോൺസ്റ്റർ ആൽഫ അവിടെ ഗ്രീനെ റിവൈവ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഗ്രീനെ റിവൈവ് ചെയ്യുന്ന സമയത്ത് കയറി പുഷ് ചെയ്യാൻ ഒരു ശ്രമം നടത്തേണ്ട. ആൽഫ ഇനി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആൽഫ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു. ആൽഫ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി സൈറസിലെ മെമ്പേഴ്സ് അവിടെ കയറി പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സൈറസ് OP ഗൈസ്. അപ്പോൾ റീപ്പർ അവിടെ കയറി എൻ്റെ മോനെ വണ്ടി കയറ്റി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡിമോണിക്കിന്റെ ഒരു ബഗ്ഗി പ്രയോഗം നമ്മളവിടെ കണ്ടു. അപ്പോൾ ഡസിലെ പ്ലേയേഴ്സ് ആൻഡ് PX വിൽസ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ PXലെ മെമ്പേഴ്സ് ഡസിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ഡസ് പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. യെസ് ബ്രോ, ഡസിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡസ് പ്ലേയേഴ്സിനെ ഫിനിക്സ് വിങ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ടൈറൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ബ്രോ, ടൈറൻസ് ഇന്നത്തെ ദിവസം ഫൈറ്റിംഗിലേക്ക് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ടൈറൻസ് എന്ത് ചെയ്യേ? ഓക്കെ, ടൈറൻസിനെ നോക്കാൻ നമുക്ക് ഗ്രൗണ്ടിൽ ചെല്ലുന്നു. ടൈറൻസിന്റെ പോച്ചർ, XXX, ലയർ, സാവേജ് എന്നിവർ അവിടെ നിൽക്കുന്നുള്ളൂ. നെക്സ്റ്റ് ബോർഡിലെ പ്ലേയേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബോൾ, വിജേത എന്നിവർ അടുത്ത് എത്തിയിട്ടുണ്ട്. ടൈറൻസ് മെമ്പേഴ്സ്, ടൈറൻസ് പോച്ചർ എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ലാഗ് ഫേസി വെൽക്കം ടു സ്ട്രീം. അപ്പോൾ ടൈറൻസ് മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി ചെല്ലുന്ന തൊട്ട് പുറകെ ഡെത്ത് ലൈനിലെ പ്ലേയേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡെത്ത് ലൈൻ അവിടെ വണ്ടിയൊക്കെ എടുത്ത് കയറി ചെല്ലുന്നുണ്ട്. നേരെ ചെല്ലുന്ന ടൈറൻസിന്റെ അടുത്തേക്കാണ്. ടൈറൻസ് സാവേജ് ഒക്കെ 7 നിമിഷം വേണമെങ്കിലും ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. യെസ്, സാവേജ് അവിടെ സ്പോട്ട് ചെയ്ത് ഡെത്ത് ലൈനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും നല്ല കട്ട ഡാമേജ് കൊടുക്കുന്നുണ്ട്. നേരെ ചെല്ലുന്ന ആഷസ് ടീമിന്റെ അടുത്തേക്കാണ്. നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ മെമ്പർ. അപ്പോൾ എന്തായാലും ഡെത്ത് ലൈനിൽ ഒരു പ്ലെയറിനെ അവിടെ ഡൗൺ ചെയ്തു. XXX എയറിനെ അവിടെ നെക്സ്റ്റിലെ ഖുറേഷി അവിടെ നിന്ന് കട്ട ഫൈറ്റ് ആയിരുന്നു. അപ്പം ഒരു മെമ്പർ XXXനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റിലെ മിസ്റ്റീരിയ അവിടെ കയറി വരുന്നു. മിസ്റ്റീരിയ 7 നിമിഷം വേണമെങ്കിലും ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റീരിയ ദൂരെ നിന്ന് ഓടി എത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടൈറൻസിലെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് ഊസിയൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മോനെ അടുത്ത ഒപ്പിനേഡിൽ ടൈറൻസ് XXXനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സാവേജിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പോച്ചർ മാത്രം അവിടെ നിൽക്കുന്നു. പോച്ചറിന്റെ അടുത്തേക്ക് പതുക്കെ ക്ലോസിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലെയർ അവിടെ ഡൗൺ ആണെന്ന് തോന്നുന്നു. യെസ് മോനെ സ്പോട്ട് ചെയ്ത് പോച്ചറിനെ അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിക്കുന്നു. പോച്ചർ മാത്രം ശേഷിക്കുന്നു. പോച്ചർ ആൻഡ് നെക്സിലെ ഖുറേഷി തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. മിസ്റ്റീരിയ അവിടെ നിന്ന് കൗണ്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്തായാലും ഖുറേഷിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകൊണ്ടിരിക്കുന്നു. ഖുറേഷിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോച്ചറിന് ഹീൽ ചെയ്യാനുള്ള സമയം കൊടുക്കുമെന്ന് അറിയത്തില്ല. പോച്ചറിന്റെ അടുത്തേക്ക് എല്ലാവരും കൂടെ കയറി വരുന്നുണ്ട്. സൈറസ് റീപ്പർ അവിടെ വണ്ടിയിൽ നിന്ന് വീണ് ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റിലെ ഖുറേഷി അവിടെ തൊട്ടടുത്ത് നിന്ന് മാറിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഖുറേഷി ദൂരെ നിന്ന് മാറി നിന്ന് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അടുത്ത
ഫൈറ്റ് നമ്മുടെ ടൈറൻസ് പോച്ചറും ഖുറേഷ്യൻ തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഖുറേഷിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മിസ്റ്റീരിയ വിജേത എന്നിവരുടെ ഖുറേഷിയുടെ കില്ല് അവിടെ പോച്ചർ അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് റെഡക്സിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. റെഡക്സ് മെമ്പേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ബ്രൂട്ടൽ ഗെയിമിംഗ് വെൽക്കം ടു സ്ട്രീം. ബ്രൂട്ടൽ എത്തിയിട്ടുണ്ട് നമുക്ക് സപ്പോർട്ടുമായിട്ട്. അപ്പോൾ ടൈറൻസ് പോച്ചർ അവിടെ ഹീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വിജേതൊക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ കട്ട ഫൈറ്റ് ആണ് ടൈറൻസ് ആൻഡ് നെക്സ്റ്റ് ബോൾട്ടിന് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈറസ് ആൻഡ് FEK തമ്മിലുള്ള ഫൈറ്റ് വീണ്ടും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ FEK മെമ്പേഴ്സുമായിട്ട് സൈറസ് FEK ജാക്ക് ഓപ്പിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പോച്ചറിന്റെ അവിടെ ഒറ്റയാൾ പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈറൻസിന് വേണ്ടി നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ പോച്ചറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മിസ്റ്റീരിയയുടെ അടുത്തേക്ക് നീഡ് എത്തിയിട്ടുണ്ട്. ആ നീഡിന് എന്റെ മോനെ ആ നീഡ് എന്താകും സ്ഥിതി എന്നറിയത്തില്ല. നീഡ് പൊട്ടിയിട്ടില്ല. എന്തായാലും എന്റെ മോനെ പോച്ചർ 1 HP അവിടെ ഫിനിഷ്. നെക്സ്റ്റ് മിസ്റ്റീരിയയുടെ ഊസി പ്രയോഗത്തിൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം. 13 ടീമുകളിൽ 42 മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ നാലാമത്തെ സോൺ ക്ലോസിന് ആയിക്കൊണ്ടിരിക്കുമ്പോൾ 13 ടീമുകളിലായിട്ട് 42 മെമ്പേഴ്സ്. റേറ്റിലെ മെമ്പേഴ്സിനെ നോക്കാം. റേറ്റിലെ മെമ്പേഴ്സ് എല്ലാം ലൈവായിട്ടുണ്ട്. അടുത്ത നോക്കുകയാണ് ആഷസ് ടീം മെമ്പേഴ്സ് പതുക്കെ സോണിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ഫീനിക്സ് അവിടെ റൊട്ടേറ്റ് ചെയ്ത് സോണിൽ കയറുന്നുണ്ട്. എന്തായാലും ഗൈസ് ഒരു രക്ഷയില്ലാത്ത റെഡക്സിലെ പ്ലേയേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. റെഡക്സിന്റെ അടുത്തേക്ക് പോകാൻ നമുക്കൊന്ന്. റെഡക്സ് ASN റോബിൻ അവിടെ ടോക്സിലെ ഒസൈറിസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോക്സിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ ഡൗൺ ആയിട്ടാണ് കാണുന്നത്. റേസിലെ പ്ലേയേഴ്സ് അവിടെ നിന്ന് ഫയർ റേസ് ക്രേറ്റോസ് ഒക്കെ അവിടെ കയറി ഫയർ കൊടുക്കുന്നുണ്ട്. ഡീസിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. ഡീസിംഗിന് അവിടെ കട്ട ഫയറ്റിംഗ് ആണ് കിട്ടിയിട്ടുണ്ട്. ഡീസിംഗ് അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഡീസിംഗ് അവിടെ റിവൈവിംഗ് ആണ്. ടോക്സിലെ ലിയോ അവിടെ കയറി വരുന്നുണ്ട്. ടോക്സ് മെമ്പേഴ്സ് പതുക്കെ ക്ലോസിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റേസിലെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക്. അപ്പോൾ പതുക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഫൈറ്റ് നമുക്ക് അവിടെ പരിചയം. റേസിലെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് ടോക്സ് ലിയോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. റേസിലെ ബൂഗി അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്കിന്നർ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ബൂഗിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോക്സിലെ ലിയോയുടെ അടുത്തേക്ക് ASN മെമ്പേഴ്സ് ആൻഡ് PS തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും. എന്റെ മോനെ ലിയോക്ക് നല്ല ഡാമേജ്. റെയ്ത്ത് മെമ്പേഴ്സ് ആൻഡ് ആഷസ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ ആയിട്ടുണ്ട്. റെയ്ത്ത് ആൻഡ് ആഷസ് തമ്മിലുള്ള OP ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ആഷസിലെ ഒരു മെമ്പറിനെ അവിടെ ആഷസ് തോറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആഷസ് മെമ്പേഴ്സ് 2 പേരെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഇനി ആഷസ് ഒപ്റ്റിമസ് ആൻഡ് ആഷസ് AKZ മാത്രമേ ഉള്ളൂ ആഷസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് അവിടെ മാറിയിട്ടുണ്ട്. റെയ്ത്ത് മെമ്പേഴ്സ് ഒരു കില്ല് കൺഫേം ചെയ്തു. PX ടീമാണ് മറ്റേ അടുത്ത കില്ല് അവിടെ കൺഫേം ചെയ്ത്. PX ഷാഡോ വാരിയർ എന്നിവരവിടെ കട്ട ഫയറിംഗിലാണ്. ഇപ്പോഴും റെയ്ത്തിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് വിജാസ് വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ റേറ്റ് വിജാസ് ഓപ്പ് കമന്ററി എന്ന് പറയുന്നുണ്ട്. എന്തായാലും താങ്ക് യു ബ്രോ. അപ്പോൾ അതോടൊപ്പം തന്നെ ആഷസ് ഒപ്റ്റിമസ് ഒക്കെ സോണിന് വെളിയിലേക്ക് തൽക്കാലത്തേക്ക് മാറിയിട്ടുണ്ട്. FEK മെമ്പേഴ്സ് പതുക്കെ സോണിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നെക്സിലെ മെമ്പേഴ്സിന് സോണിൽ കയറേണ്ട. Tgod ലാക്സിക്ക് അവിടെ സോണിൽ കയറേണ്ടത്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. റൂയിൻസ് ഏരിയയിൽ വന്ന് നിൽപ്പുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഫിനിക്സ് മെമ്പേഴ്സ് നല്ല കവറും ഒക്കെ ഉണ്ടാക്കി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് മെമ്പേഴ്സിന്റെ കാര്യം പറയുന്നത് നെക്സ്റ്റ് മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ASN ആൻഡ് PX തമ്മിലുള്ള ഫൈറ്റ് അതേ നിമിഷം വേണമെങ്കിൽ നടക്കാനുണ്ട്. റേസിലെ ഡീസിംഗ് ടോക്സിലെ സിന്നറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. PX വാരിയേഴ്സ് ASN സൈക്കോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ നെയ്ഡിലായിരുന്നു അവിടെ ഡൗൺ ആയിരിക്കുന്നത്. PX വാരിയന്റെ നെയ്ഡ് അവിടെ ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ട് സ്വന്തം തട്ടകത്ത് തന്നെ. അപ്പോൾ ASN ടെൻജാൻ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കോയുടെ അടുത്തേക്ക് നെയ്ഡുകൾ അവിടെ കണ്ടിന്യൂസ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ടോക്സിക് റാസിക് അവിടെ ഡീസിംഗിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ നെയ്ഡുകളുടെ ഒരു പ്രവാഹം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. PX വിങ്ങിന്റെ അടുത്തുനിന്ന് ASNലെ ടെൻജാനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. PX വാരിയന്റെ മനോഹരമായ നെയ്ഡിലൂടെ 2 സൈക്കോ ആൻഡ് ടെൻജാൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ PXന്റെ ഒരു പുഷ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ASN റോബിൻ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. PXലെ നിഞ്ച അവിടെ കയറിയിട്ടുണ്ട്. PX വാരിയർ അവിടെ എത്തിയിട്ടുണ്ട്. വാരിയർ അവിടെ കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. വാരിയറിനെ നോക്കാം. വാരിയർ അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എവിടെ PX വാരിയർ അവിടെ കയറി ഓരോരോ കില്ല് അവിടെ ASN ടെൻജാന്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും അകത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. PX മെമ്പേഴ്സ് പതുക്കെ പുഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PX മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ASN റോബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. റോബിൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഷാഡോനെ അവിടെ റിവൈവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിഞ്ച അവിടെ നിൽക്കുന്നുള്ളൂ. ASN വേണ്ടി ഗോക്കു അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഗോക്കു അവിടെ ജമ്പ് ചെയ്തു. PX നിഞ്ചയുടെ അടുത്തേക്കുണ്ട്. നിഞ്ച ആൻഡ് ഗോക്കു തമ്മിലുള്ള 1v1 അവിടെ നിഞ്ചനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. PX പെയിൻ അവിടെ ബാക്കിൽ കൂടെ വന്ന് എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ASN ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത സോൺ ഫോം ആകുമ്പോഴത്തേക്ക് സോൺ വെള്ളത്തിലാണ് ഭൂരിഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡെത്ത് ലാൻഡ് പ്ലേയേഴ്സ് അവിടെ വെള്ളത്തിൽ ഫിനിഷ് ആവുന്നതാണ്. റെഡക്സിലെ പ്ലേയേഴ്സിന് നെക്സ്ബോൾട്ട് തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം നടക്കാൻ ചാൻസ് ഉണ്ട്. റെഡക്സിലെ ജിൻ അവിടെ കയറി വരുന്നുണ്ട്. ജിൻ അവിടെ വണ്ടിയൊക്കെ എടുത്ത് കയറി വന്നായിരുന്നു. അപ്പോൾ റെഡക്സ് മെമ്പേഴ്സ് എന്റെ മോനെ സർവൈവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സർവൈവൽ. വണ്ടിയൊക്കെ എടുത്ത് OP ഗെയിം പ്ലേ നമ്മുടെ റെഡക്സ് ജിന്നിന്റെ വക. അപ്പോൾ റെഡക്സ് ജിൻ അവിടെ കഷ്ടപ്പെട്ട് വണ്ടിയൊക്കെ അവിടെ നല്ല രീതിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിനടി കൂടെ പോകാനുള്ള സെറ്റപ്പിലാണ്. വെള്ളത്തിൽ കയറിയിട്ടുണ്ട് നമ്മുടെ റെഡക്സിലെ പ്ലേയേഴ്സ്. അപ്പം നമ്മുടെ ഡീസിംഗ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡീസിംഗ് അവിടെ കയറി വന്നിട്ടുണ്ട്. ഡീസിംഗ് മെമ്പേഴ്സ് റെഡക്സിലെ പ്ലേയേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഡീസിംഗ് അവിടെ വെള്ളത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സോണിനുള്ളിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരിക്കും. റേസിലെ മെമ്പേഴ്സ് പതുക്കെ അവർ കയറി വന്നു. ആഷസിന് വേണ്ടി അവിടെ ആഷസ് ഏജ് ആൻഡ് ഒപ്റ്റിമസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ റേസ് ഡീസിംഗ് എന്നിവർ നമ്മുടെ റേസ് ഡീസിംഗിന്റെ മനോഹരമായ പ്രകടനമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. റെഡക്സിലെ ജിന്നിനെ സ്പോട്ട് ചെയ്യാൻ
അപ്പോൾ തൊട്ടടുത്ത് നോക്കാം. അപ്പോൾ റെഡ് എക്സ് പ്ലേയേഴ്സ് അവിടെ പതുക്കെ സോണിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ PX മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ റെയ്ത്ത് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്, ഫിനിക്സ് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. എല്ലാവരും പതുക്കെ സോണിലേക്ക് കയറി റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ സ്പ്രെഡ് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് ബോൾട്ടിലെ ടീം മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ റെഡ് എക്സിലെ പ്ലേയേഴ്സ് അവിടെ സോൺ മാച്ച് ഡെഡ് ലൈൻ അവിടെ സോണിനുള്ളിൽ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. എന്തായാലും മനോഹരമായ 10 ടീമുകളാണ് ഇപ്പോഴും റേസിലെ ക്രേറ്റോസ് അവിടെ റെഡ് എക്സ് ജിന്നിന്റെ കിൽ അവസാനം അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് എക്സ് പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ആവാൻ ചാൻസ് ഉണ്ട്. റെഡ് എക്സ് ജിന്നെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവസാനം ആ കോമ്പൗണ്ട് അവർ കൈയടക്കിയിട്ടുണ്ട്. എന്തായാലും ഫിനിക്സ് ടീമിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നു. ഫിനിക്സ് മെമ്പേഴ്സ് ആൻഡ് റെയ്ത്ത് തമ്മിലുള്ള നെക്സ്റ്റ് ബോൾട്ട് വിജയത്തെ തന്നെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫിനിക്സ് മെമ്പേഴ്സിന്റെ നമ്മുടെ നെക്സ്റ്റ് ബോൾട്ട് ടീം മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ബോൾട്ട് മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫിനിക്സ് റോക്കി അവിടെ ഓടി നടക്കുന്നുണ്ട്. ഫിനിക്സ് മാവറിക്കൊക്കെ അവിടെ നിൽക്കുന്നേ മാവറിക് അവിടെ സോണിനുള്ളിൽ കയറി വണ്ടിയൊക്കെ എടുത്ത് റഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹീലർ റെഡക്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹീലർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ സോണിനുള്ളിൽ വണ്ടിയൊക്കെ എടുത്ത് കയറി നിൽക്കുകയാണ്. അവിടെ ഹീലർ റെഡക്സിന്റെ കില്ല് അവിടെ റോക്കി കൺഫേം ചെയ്തിട്ടുണ്ട് ഫിനിക്സിന് വേണ്ടി. അപ്പോൾ ഫിനിക്സ് അവിടെ നല്ലൊരു കവറിലാണ് നിൽക്കുന്നത്. ദൂരെ റെഡക്സിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. റേസിന്റെ ഫൈറ്റർ നെക്സ്റ്റ് ബോൾട്ട് ബേബിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബോൾട്ട് ബേബിയുടെ കില്ല് അവിടെ റോക്കി കൺഫേം ചെയ്തിട്ടുണ്ട്. എന്റെ മോനെ അവസാനം തേരാ ഫിനിക്സ് വൂൾവറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റേസിലെ പ്ലേയേഴ്സ് അവിടെ കട്ടയ്ക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഫിനിക്സ് മെമ്പേഴ്സിനെ അവിടെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഗോഡ് ഓഫ് റെഡക്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്മോക്ക് ഒക്കെ ഇട്ട് വൂൾവറിനൊക്കെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റേസിലെ മെമ്പേഴ്സ് പതുക്കെ സോണിനുള്ളിലേക്ക് കയറി ബ്രൈറ്റ് ഒക്കെ അവിടെ ഡൗൺ ആണ്. റേസ് മെമ്പേഴ്സ് അവിടെ മനോഹരമായ ഒരു ഫൈറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റേസ് മെമ്പേഴ്സ് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് ആണ് തൽക്കാലം തെക്കുന്നത്. റേസിലെ ഹിസി അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. തേരാവാപ്പൊക്കെ അവിടെ സോണിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനിക്സ് റോക്കി അവിടെ വണ്ടി പൊട്ടിച്ച് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ജോക്കർ റെഡക്സ് അവിടെ വണ്ടിയൊക്കെ പൊട്ടിച്ച് എന്തായാലും ഫിനിക്സിലെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെയ്ത്ത് ഹിസിയുടെ മനോഹരമായ നേടാൻ തോന്നുന്നത് എന്തായാലും ഗോഡ് ഓഫ് റെഡക്സ് മാവറിക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തേരാവാപ്പ് റെയ്ത്ത് ഹിസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7 ടീമുകളിലായിട്ട് 13 മെമ്പേഴ്സ് ഇപ്പോഴും അലവാണ്. ഒരു രക്ഷയില്ല ആത്ത കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ NEXBOLT വിജയൊക്കെ അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. റെഡക്സിലെ പ്ലേയേഴ്സ് അവിടെ സോണിൽ കയറി. FK ഡാർക്കിന്റെ അടുത്തേക്ക് സൈറസ് അവിടെ കയറി വരുന്നുണ്ട്. സൈറസിന്റെ 10 ഇപ്പോഴും അവിടെ എത്തിക്കുന്നുള്ളൂ. സൈറസിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈറസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. സൈറസ് ആൻഡ് ഇവർ തമ്മിലുള്ള FK ഡാർക്ക് തമ്മിലുള്ള ഫയർസ് എന്തായാലും നിൽക്കുന്നത് എന്താണിത്. FK ഡാർക്ക് അവിടെ സൈറസ് 10 അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗോഡ് ഓപ്പി നമ്മുടെ ജോക്കർ FTW അതൊക്കെ സോണിനുള്ളിലേക്ക് കയറുന്നു. ഗോഡ് ഓപ്പി റെഡക്സ് ഇപ്പോഴും FK ഡാർക്കുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഫിനിഷ് ചെയ്തിട്ട് വരാനുള്ള ശ്രമത്തിലാണെന്ന്. ഡാർക്കിന്റെ അടുത്തേക്ക് നേടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ട് എറിയാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഓക്കെ എന്റെ മോനെ അത് ഇച്ചിരി ഷോർട്ടായി പോയെന്ന് തോന്നുന്നു. എന്റെ മോനെ ഗോഡ് ഓപ്പി റെഡക്സിന്റെ ഒപ്പീനിയുടെ അവിടെ ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോഡ് ഓപ്പി റെഡക്സ് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു കളിച്ചത്. അപ്പോൾ 3 ടീമുകളിലായിട്ട് 8 മെമ്പേഴ്സ്. റേസ് ഒരു രക്ഷയില്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജോക്കർ റെഡക്സ്, ഗോഡ് ഓപ്പി റെഡക്സ്, ആഷസിന്റെ 2 മെമ്പേഴ്സ് എന്നിവരാണ് ഇപ്പോഴും സർവൈവ് ചെയ്തത്. നമ്മുടെ റേസിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ആഷസിന്റെ ഒപ്റ്റിമസ് ഫയർ ചെയ്യുന്നുണ്ട്. സോണിന്റെ ഡാമേജ് അതോടൊപ്പം തന്നെ കിടപ്പുണ്ട്. നമ്മുടെ റെഡക്സിലെ പ്ലേയേഴ്സ് ജോക്കർ റെഡക്സ് ഒക്കെ അവിടെ ഓരോന്നോരോന്നായിട്ട് റേസിലെ പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ നമുക്ക് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റേസിലെ ഡീസിംഗ് AG ആഷസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡീസിംഗിന്റെ അടുത്തേക്ക് ജോക്കർ റെഡക്സ് എപ്പോഴും സ്മോക്കി നിൽക്കുന്നേ ഉള്ളൂ. ആഷസിലെ പ്ലേയേഴ്സ് ഒപ്റ്റിമസ് എപ്പോഴും ഫയർ കൊടുത്തോണ്ടിരിക്കുന്ന ഒപ്റ്റിമസ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ 3 ടീം മെമ്പേഴ്സ് ആണ് ഇനി അലവായിട്ടുള്ള. സോൺ ഒരുമാതിരി സോൺ ആയിപ്പോയി, എന്തെങ്കിലും വല്ലാത്ത സോൺ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോഡ് ഓഫ് റെഡക്സ് സോണിനുള്ളിലേക്ക് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആഷസിലെ 2 പ്ലേയേഴ്സ്, റേസിലെ 2 പ്ലേയേഴ്സ് തമ്മിലുള്ള കട്ട ഫൈറ്റ്, 3 പ്ലേയേഴ്സ് റേസിൽ 3 പ്ലേയേഴ്സ് തമ്മിലുള്ള കട്ട ഫൈറ്റ് ആണ് നടക്കുന്നത്. റെഡക്സ് അവിടെ 11 കില്ല് കൺഫേം ചെയ്യുമ്പോൾ 9 കില്ല് നിൽക്കുകയാണ് റേസിലെ പ്ലേയേഴ്സ്. അവിടെ ആഷസ് മെമ്പേഴ്സ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഷസ് AKCനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട സ്മോക്കിലൊക്കെ ഇട്ട് എന്തായാലും കട്ട റിവൈവിംഗ് ആണ്. ഒരു ബുള്ളറ്റ് എവിടെയെങ്കിലും ഒരു ബുള്ളറ്റ് കൊണ്ടാൽ മതി, എന്തായാലും ഫിനിഷ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ AKC. അപ്പോൾ ആഷസ് ഒപ്റ്റിമസിന് അവിടെ നല്ല ബുള്ളറ്റൊക്കെ കൊണ്ടിട്ട് വന്നു, നല്ല ഡാമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. റേസിലെ ഡീസിംഗ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ഡീസിംഗ് ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗോഡ് ഓഫ് റെഡക്സ് ഒക്കെ നല്ല കവറിലെത്തിയിട്ടുണ്ട്. ആഷസ് ഒപ്റ്റിമസിന് അവിടെ നല്ല ഡാമേജ് കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഗോഡ് ഓഫ് റെഡക്സ് എന്റെ മോനെ നേട് അവിടെ ബൗൺസ് ബാക്ക് ആകുന്നുണ്ട്. AKC ആഷസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ റേസിലെ ഡീസിംഗിന്റെ മനോഹരമായ ഒപ്പി നേടുകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ റേസ് പ്ലേയേഴ്സ് ഒട്ടും മോശമല്ലെന്ന് തന്നെ അവിടെ കാണുന്നുണ്ട്. ആഷസ് പ്ലേയേഴ്സ് 3 കില്ലോട് കൂടി നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റിംഗ് ആണ് അവിടെ നടക്കുന്നുണ്ട്. റെഡക്സിലെ 2 പ്ലേയേഴ്സ് തേരാബാപ്പ് അവിടെ കയറി ചെല്ലുന്നു ഗോഡ് ഓഫ് റെഡക്സിന്റെ അടുത്തേക്ക്. അപ്പൊ ഡീസിംഗിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. തേരാബാപ്പ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ റീലോഡ് ചെയ്തിട്ട് നമ്മുടെ റേസിലെ ബൂഗിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. 2 പ്ലേയേഴ്സിനെ അവിടെ നമ്മുടെ ഗോഡ് ഓഫ് റെഡക്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തേരാബാപ്പിന്റെ ക്ലോസിംഗ് കൗണ്ട് ചെയ്തിരുന്നു. തേരാബാപ്പിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗോഡ് ഓഫ് റെഡക്സ്. ഇനി ആഷസിലെ ഒപ്റ്റിമസ് മാത്രം ചെയ്തിരിക്കുന്നു. 2v1 സിറ്റുവേഷനിലാണ് ആഷസ് ഒപ്റ്റിമസ് ഒറ്റയ്ക്ക് ലൈവ് ആയിട്ടുണ്ട് ആഷസ് ടീമിന് വേണ്ടി. അപ്പൊ ജോക്കർ റെഡക്സിനെ അവിടെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഷസ് ഒപ്റ്റിമസ് എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിംഗ് ഇപ്പൊ എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഗോഡ് ഓഫ് റെഡക്സ് ആവുന്നതുകൊണ്ട് അവരുടെ ഒരു അഡ്വാൻറ്റേജസ് ആണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റിംഗ് ആയിരുന്നു. എന്തായാലും റെഡക്സിൽ പ്ലേയേഴ്സ് ആഷസ് ഒപ്റ്റിമസിന് അവിടെ പതുക്കെ സോണിനുള്ളിലേക്ക് കയറേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സോൺ അവിടെ ക്ലോസിംഗ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ആഷസ് ഒപ്റ്റിമസിന്റെ ഹീലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒപ്റ്റിമസിന്റെ അടുത്ത് നോക്കട്ടെ. യെസ് ഹീലുണ്ടല്ലോ. ആശാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. സോൺ അവിടെ എത്തിയിട്ടുണ്ട്. സോൺ അവിടെ മാറി. എൻ്റെ മോനെ
അപ്പോൾ സോണിനുള്ളിലേക്ക് പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. സോൺ ഒരു രക്ഷയില്ലാത്ത സോണായിപ്പോയി. എന്തായാലും റെഡക്സ് ഗോഡ് ഓഫ് റെഡക്സ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഗോഡ് ഓഫ് റെഡക്സിനെ ഫയറിംഗ് കൊടുക്കുന്നത് എൻ്റെ മനെ റെഡക്സ് ജോക്കർ FTWനെ അവിടെ ഡൗൺ ചെയ്തെങ്കിലും ഗോഡ് ഓഫ് റെഡക്സിന്റെ വല്ലാത്ത കൗണ്ടർ അറ്റാക്ക് ആയിപ്പോയി. എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് 14 കില്ലോട് കൂടി. ഫസ്റ്റ് മാച്ച് ഡേ 1 വീക്ക് 5 ഫസ്റ്റ് മാച്ച് റെഡക്സ് ടീം 14 കില്ലോട് കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിട്ടുണ്ട്. ആഷസ് മെമ്പേഴ്സ് അവിടെ 4 കില്ലോട് കൂടി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ റേസിലെ മെമ്പേഴ്സ് ആണ് അവിടെ മനോഹരമായിട്ട് പൊരുതി 10 കില്ലോട് കൂടി മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത്. FEK മെമ്പേഴ്സ് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ PX ടീം മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ കളിച്ചു 9 കില്ലോട് കൂടി 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. സൈറസ് മെമ്പേഴ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് വല്ലാത്ത ഹോൾഡിംഗ് ആയിരുന്നു. സൈറസ് പ്രീ മെമ്പേഴ്സ് 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ 6 കില്ലോട് കൂടി. അപ്പം നെക്സ്ബോൾട്ട് ടീം മെമ്പേഴ്സ് 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ റെയ്ത്ത് മെമ്പേഴ്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ റെയ്ത്ത് മെമ്പേഴ്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് 9ാം സ്ഥാനത്താണ് ഫിനിക്സ് ടീം മെമ്പേഴ്സ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഡെത്ത് ലൈൻ 10ാം സ്ഥാനത്ത് 4 കില്ലോട് കൂടി ഫിനിഷ് ചെയ്തപ്പോൾ ASN ടീം മെമ്പേഴ്സ് 2 കില്ലോട് കൂടി 11ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. Tgod അവിടെ 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ നമ്മുടെ ടോക്സിക് മെമ്പേഴ്സ് 13ാം സ്ഥാനത്തും ടയറൻസിലെ പ്ലേയേഴ്സ് അവിടെ 14ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മുടെ മോൺസ്റ്റർ ടീം മെമ്പേഴ്സ് അവിടെ 15ാം സ്ഥാനത്ത് 4 കില്ലോട് കൂടി ഫിനിഷ് ചെയ്തപ്പോൾ നമ്മുടെ ഡസിലെ മെമ്പേഴ്സാണ് 16ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ലാംബ് ഓഫ് ഗോഡ് ടീം 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ FBN ടീം 18ാം സ്ഥാനത്ത് ഫിനിഷ് ആയിരിക്കുന്നത്. ഫെയ്ത്തിലെ മെമ്പേഴ്സ് 19ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയപ്പോൾ 20ാം സ്ഥാനത്ത് നമ്മുടെ ഫ്യൂരീസിലെ മെമ്പേഴ്സും ഡെഡ് ടീം 21ാം സ്ഥാനത്തും റാങ്കോ 22ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ആയത്. എന്തായാലും മനോഹരമായ OP ഗെയിം പ്ലേ നമുക്ക് കാണാൻ സാധിച്ചു. ആഷസ് റെഡക്സ് ആൻഡ് നമ്മുടെ റേസിലെ പ്ലേയേഴ്സിന്റെ മനോഹരമായ കളികൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ടോപ്പ് 10-ലെത്തിയ ഒരു ടീമും മോശമല്ല, എല്ലാവരും നല്ല OP പ്രകടനമായിരുന്നു. മനോഹരമായ ഫൈറ്റ് നമുക്ക് സമ്മാനിച്ച എല്ലാവർക്കും കുഡോസ് ബ്രോ. അപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രാറ്റുലേഷൻ റെഡക്സ് ടീം വീക്ക് 5 ഡേ 1 ചിക്കൻ ഡിന്നർ റെഡക്സ് ടീം മെമ്പേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ്